യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഏപ്രിൽ മാസത്തെ തൊഴിൽ റിപ്പോർട്ട് അമേരിക്കൻ സാമ്പത്തിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ആദ്യകാഴ്ചയിൽ അത്ഭുതകരമെന്ന് തോന്നുന്ന വളർച്ചയാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അമേരിക്കൻ തൊഴിൽ വിപണി ശരിക്കും കുതിക്കുകയാണോ അതോ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മിഥ്യ മാത്രമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏപ്രിൽ മാസത്തെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ 1,15,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നതിനേക്കാൾ ഇരട്ടിയോളം വർധനമാണിത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലെ കണക്കുകൾ കൂടി പുതുക്കിയപ്പോൾ അത് 1,85,000 ഉയർന്നു. ഒറ്റനോട്ടത്തിൽ ഇത് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള വലിയൊരു വിജയമായി ആഘോഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഇതിനെ റോറിംഗ് എക്കോണമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ 1,15,000 എന്ന കണക്കിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വളർച്ചയുടെ സിംഹഭാഗവും വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ, റീറ്റെയിൽ, ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ എന്നീ മേഖലകളിൽ നിന്നാണ്. കൗതുകകരമായ വസ്തുത എന്താണെന്നാൽ ഫെഡറൽ ഗവൺമെന്റ് ജോലിയിൽ ഇപ്പോഴും കുറവ് രേഖപ്പെടുത്തുന്നു എന്നതാണ്. അമേരിക്കൻ തൊഴിൽ റിപ്പോർട്ടിൽ പ്രധാനമായും 2 സർവേകളാണുള്ളത്. എസ്റ്റാബ്ലിഷ്മെന്റ് സർവേ, ഇത് ബിസിനസ് സ്ഥാപനങ്ങളുടെ പേറോൾ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മറ്റൊന്ന് ഹൗസ് ഹോൾഡ് സർവേ, ഇത് വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന നേരിട്ടുള്ള സർവേയാണ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് സർവേ പ്രകാരം 1.15 ലക്ഷം പുതിയ ജോലികൾ ഉണ്ടായപ്പോൾ ഹൗസ് ഹോൾഡ് സർവേ പ്രകാരം ജോലിയിലുള്ളവരുടെ എണ്ണത്തിൽ 2,26,000 കുറവാണ് കാണിക്കുന്നത്. അതായത് ഒരു വശത്ത് പുതിയ ജോലികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ വൈരുദ്ധ്യം സാമ്പത്തിക വിദഗ്ധരെ കുഴപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, ഒരു വ്യക്തി തന്നെ 2-3 പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്ന സാഹചര്യം. എസ്റ്റാബ്ലിഷ്മെന്റ് സർവേയിൽ ഇത് 3 ജോലികളായി കണക്കാക്കപ്പെടുമ്പോൾ വ്യക്തികളുടെ എണ്ണം പരിശോധിക്കുന്ന ഹൗസ് ഹോൾഡ് സർവേയിൽ ഇത് ഒരു തൊഴിൽ മാത്രമാണ്. രണ്ടാമതായി, സെൽഫ് എംപ്ലോയിഡ് വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിൽ വന്ന വലിയ ഇടിവ്. കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഫുൾ ടൈം ജോലികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഏപ്രിൽ മാസത്തിൽ മാത്രം സാമ്പത്തിക കാരണങ്ങളാൽ പാർട്ട് ടൈം ജോലി എടുക്കാൻ നിർബന്ധിതരായവരുടെ എണ്ണം 4,45,000 വർദ്ധിച്ചു. അതായത് ജോലിയിൽ തുടരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മുഴുവൻ സമയ ജോലി ലഭ്യമല്ലാത്തതിനാൽ കുറഞ്ഞ വേതനത്തിന് പാർട്ട് ടൈം ജോലികളിലേക്ക് മാറേണ്ടി വരുന്ന അമേരിക്കക്കാരുടെ എണ്ണം 4.4 മില്യൺ ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഇത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ വ്യക്തമായ സൂചനയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട മറ്റൊരു കണക്ക് പ്രകാരം കഴിഞ്ഞ 5 ആഴ്ചകൾക്കുള്ളിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം 3,58,000 വർദ്ധിച്ചു. ദീർഘകാലമായി തൊഴിലില്ലാത്തവരുടെ എണ്ണം 1.8 മില്യണായി മാറ്റമില്ലാതെയും തുടരുകയാണ്. ഈ മിക്സ്ഡ് ഡാറ്റ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെയാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി പലിശ നിരക്ക് 3.5% മുതൽ 3.75 എന്ന ഉയർന്ന നിരക്കിൽ തന്നെ നിലനിർത്താനാണ് ഫെഡിന്റെ തീരുമാനം. തൊഴിൽ വിപണി ശക്തമാണെന്ന് കാണിക്കുന്ന കണക്കുകൾ ഉള്ളപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡ് തയ്യാറായെന്ന് വരില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ഉയർന്ന പലിശ നിരക്ക് സമ്പദ് വ്യവസ്ഥയെ വലിയൊരു മാന്ദ്യത്തിലേക്കും തള്ളിവിടും. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ കാലാവധി മെയ് മാസത്തിൽ അവസാനിക്കാനിരിക്കെ വരാനിരിക്കുന്ന പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ ജോബ്സ് ഡേറ്റ മാജിക് തിരിച്ചറിയുക എന്നതാകും. നമുക്ക് ഫ്ലോറിഡയിലോ ടെക്സസിലോ ഉള്ള ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിന്റെ സാഹചര്യം നോക്കാം. ഗ്യാസ് വില വർദ്ധിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഊർജ്ജ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ തങ്ങളുടെ ഫുൾ ടൈം ജോലി നഷ്ടപ്പെട്ട് 2 പാർട്ട് ടൈം ജോലികൾക്കായി ഓടുന്ന ഒരു ശരാശരി അമേരിക്കക്കാരന് ഈ 1.15 ലക്ഷം പുതിയ ജോലികൾ എന്ന കണക്ക് വെറും പരിഹാസമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. മാനുഫാക്ചറിംഗ് രംഗത്ത് നേരിയ ഉണർവ് കാണിക്കുന്നുണ്ടെങ്കിലും അത് താഴെ തട്ടിലുള്ളവരിലേക്ക് എത്തിയിട്ടില്ല. കുടിയേറ്റ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ കാരണം നിർമ്മാണ മേഖലയിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും തൊഴിലാളികളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ഇത് വേതന വർധനവിന് കാരണമാകുന്നുണ്ടെങ്കിലും പണപ്പെരുപ്പത്തിന്റെ വേഗതയ്ക്കൊപ്പം എത്താൻ ഈ ശമ്പള വർധന സാധിക്കുന്നില്ല. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക വിദഗ്ധർ ഈ റിപ്പോർട്ടിലെ നോയ്സ് തിരിച്ചറിയാൻ നിർദ്ദേശിക്കുന്നു എന്നാണ്. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ജനസംഖ്യാ കണക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ റിപ്പോർട്ടുകളെ സ്വാധീനിക്കാറുണ്ട്. ഇത്തവണയും അത് സംഭവിച്ചിട്ടുണ്ടാകാം. 2026 ആദ്യ പാദത്തിൽ ഉൽപാദന മേഖലയിൽ 2023 ശേഷമുള്ള ആദ്യ വളർച്ച രേഖപ്പെടുത്തിയത് പോസിറ്റീവായി കാണാമെങ്കിലും സർക്കാരിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നത് ചോദ്യചിഹ്നമാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ തൊഴിൽ വിപണി ഒരു വലിയ പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്ന ഭൂം സത്യമാണോ അത് ഡാറ്റയുടെ ഒരു കളി മാത്രമാണോ എന്നറിയാൻ വരാനിരിക്കുന്ന ജൂൺ മാസത്തെ റിപ്പോർട്ട് കൂടി നോക്കേണ്ടി വരും. നിക്ഷേപകർക്കും സാധാരണക്കാർക്കും നൽകാനുള്ള ഒരു സന്ദേശം ഇതാണ്: ഹെഡ്ലൈൻ നമ്പറുകളിൽ മാത്രം വിശ്വസിക്കരുത്. തൊഴിൽ റിപ്പോർട്ടിന്റെ അന്തർധാരയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫുൾ ടൈം ജോലികൾ കുറയുന്നതും പാർട്ട് ടൈം വർദ്ധിക്കുന്നതും ഒരു ആരോഗ്യകരമായ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷണമല്ല. വൈറ്റ് ഹൗസിന്റെ അവകാശവാദങ്ങൾക്കും BLSന്റെ കണക്കുകൾക്കും അപ്പുറം അമേരിക്കൻ തെരുവുകളിൽ തൊഴിൽ തേടി അലയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു.